റോമാക്കുട്ടിയെ എത്ര എണ്ണം കൊടുത്തറ ചവിട്ടി അവന്റെ അണ്ണാക്കകത്ത് കയറ്റിയിട്ടുണ്ട്. കുറച്ച് നാളായിട്ട് മലയാളികൾ മിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ കൂടെയുള്ളത് ഐശ്വര്യ രാധലക്ഷ്മി. നമസ്കാരം. എന്താ അണ്ണാക്കിലും അണ്ണാക്കിലൊരു പ്രാണി ഒരു ശരിയുണ്ടെന്ന് ചിന്തിച്ചിട്ടാണോ അല്ലെങ്കിൽ അപ്പുറത്തേക്ക് ഇവിടെ കൂടെ കുറച്ചുകൂടി അത് വിവാദപരമാവും എന്നുള്ളൊരു ബോധ്യം കൃത്യമായിട്ടുണ്ടായിരിക്കും ഇല്ലേ? എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വിവാദമോ അലിഗേഷനോ ഒരു കോൺട്രവേഴ്സിയിലോ പബ്ലിസിറ്റിക്കാണ് താല്പര്യമെങ്കിൽ ഇതിനുള്ള സ്പേസ് ഞാൻ നേരത്തെ ഉണ്ടാക്കി. എന്തായാലും തോന്നുന്നു എന്താണ് തമാശയാക്കാണ്? അല്ല തമാശയാക്കാണ്, അങ്ങനെ ആക്കണ്ട. ഐശ്വര്യ രാധലക്ഷ്മി എന്നൊരു വ്യക്തി കുറെ കൂടി ശരിപക്ഷത്താണോ അല്ലെങ്കിൽ സ്ത്രീപക്ഷത്താണോ? ശരിപക്ഷത്താണ്. എന്തിന്റെ കുഞ്ഞാണോ ഇത്? ഒരു മരണം സംഭവിച്ചിട്ട് പോലും ഇല്ലെങ്കിൽ ഒരു വിഷയത്തെ ഭയങ്കരമായിട്ട് ന്യായീകരിക്കാൻ എവിടെയാണ് പറ്റുന്നത്? മരണം എന്ന് പറയുന്നത് ഈ ഭൂമിയിൽ ആദ്യമായിട്ട് നടക്കുന്നല്ലേ. എലിപ്പനി, ഡങ്കമ്പനി, ജപ്പാൻ ജ്വരം, അങ്ങനെ എന്തൊക്കെ വ്യാധികൾ വന്ന് നാട്ടിൽ ഓരോരുത്തർ ചത്ത് പണ്ടാറടങ്ങണ്. അതിലൊന്നും പെടാതെ എന്റെ കാലിനായിട്ട് നിന്നെ തന്നെ ഇങ്ങോട്ട് കെട്ടിയെടുത്തല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഇതിനു മുമ്പ് പുരുഷന്മാർ നടന്നിട്ടുണ്ട്, സോഷ്യൽ മീഡിയ കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ട്, ആത്മഹത്യകൾ നടന്നിട്ടുണ്ട്. അന്നൊന്നും ഇല്ലാത്തൊരു വികാരം ഇപ്പോഴെങ്ങനെയാണെന്ന് ചോദിച്ചാൽ എനിക്ക് അതിനകത്ത് കൃത്യമായ രാഷ്ട്രീയ അജണ്ട തോന്നിയോണ്ടാണ് ഞാൻ ഇൻവോൾവ് പോക്കിരിത്തരം കാണിച്ചു പിന്നെ നിന്ന് മറ്റേ വർത്താനം പറയുന്നു. ശരിക്കും ഒരു മരണമാണ് ദീപക്കിനെ കുറച്ചും കൂടി മുക്തമാക്കിയത്, അല്ലെങ്കിൽ ഇത് കുറേയും കൂടിയും ഇതിന്റെ പ്രതി ചേർക്കപ്പെടേണ്ട ദീപക്കായിരുന്നു എന്ന് വിശ്വസിക്കുന്നുണ്ടോ? ദീപക് ജീവനോടെ ഉണ്ടായിരുന്നെങ്കിൽ ഇതല്ലായിരുന്നു മോബിന്റെ അല്ലെങ്കിൽ നമ്മുടെ സോഷ്യൽ സ്പേസിന്റെ അപ്രോച്ച് എന്ന് എനിക്ക് ഉറപ്പാണ്. ആരാന്റെ കാര്യത്തിൽ എന്താ താല്പര്യം? തെറ്റ് ശരി നിശ്ചയിക്കാൻ നിങ്ങളാരാ? വലിയ ന്യായാധിപം വന്നിരിക്കുന്നു. നമുക്ക് കണ്ടന്റ്, അതായത് ശരിക്കും കോൺഫിഡൻസ് ഇല്ലാണ്ട് വരുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് സ്പേസുകൾ ഇല്ലാണ്ട് വരുമ്പോൾ ടോപ്പിക്കുകൾ കുറയുമ്പോൾ ആൾക്കാർ എന്തും എടുത്ത് ഉപയോഗിക്കുന്ന പരിപാടി ഉണ്ടല്ലോ. അത് ശരിക്കും ഉപയോഗിച്ചത് ശരിക്കും ഷിംജിത് അല്ലേ? ആ ഒരു സാധ്യതയെ കലക്കി കളഞ്ഞു. പീഡനം എന്ന് പറയുന്നത് നമ്മൾ കിട്ടുന്ന ഫിസിക്കലി മാത്രമാണോ, അത് മാനസികമായിട്ട് കിട്ടുന്നതും പീഡനം തന്നെയല്ലേ? സോ ഒരു മരണത്തിലേക്ക് അദ്ദേഹത്തെ നയിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മാനസികമായിട്ട് എത്രത്തോളം ആൾ പീഡിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമല്ലേ? തൂക്കിയല്ലോ നാദാ. ഉത്തരം പറ. തീർച്ചയായിട്ടും മാനസികമായിട്ട് എത്രത്തോളം ആൾ പീഡിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമല്ലേ? ഇല്ല. പിന്നെ എന്തായിരിക്കും കാരണം? ഈ പുഷ്പങ്ങളെല്ലാം ഇവിടെ കൃഷി ചെയ്യുന്നതാണെങ്കിൽ നല്ല രസമുണ്ട്. ഞാൻ ചോദിച്ചതിന് മറുപടി കിട്ടിയില്ല. ഒരു ഇൻട്രോവേർട്ട് ആണ്, ഇയാളെ കുറിച്ച് കൃത്യമായി പറയാൻ ആർക്കും ഇല്ല. പക്ഷെ അയാളൊരു ഒതുങ്ങിയ മനുഷ്യനാന്ന് പറഞ്ഞു. ഒതുങ്ങിയ എത്രയോ മനുഷ്യന്മാരെ പീഡിപ്പിച്ചിട്ടുണ്ട് ആൾക്കാരെ. എല്ലാ ഒരുമാതിരിപ്പെട്ട അബ്യൂസേഴ്സ് ഒക്കെ ഉണ്ടല്ലോ, കുറച്ച് ഇൻട്രോവേർട്ട് ആയിട്ട് നടക്കുന്ന ആൾക്കാരായിട്ട് ഞാൻ കണ്ടിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ ലേറ്റ് ആയി പിടിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇയാൾ അങ്ങനെ ഒരാളാണെന്നല്ല പറയുന്നത്. അതിന്റെ സാധ്യത എനിക്ക് തള്ളിക്കളയാൻ ഒരിക്കലും പറ്റില്ല. അപ്പൊ എനിക്ക് അതിനകത്ത് അയാൾ ചെയ്തിട്ടില്ല എന്ന് പറയാനുള്ള ഒരു സ്പേസ് എനിക്ക് കണ്ടില്ല. ചെയ്തു എന്ന് പറയിപ്പിക്കാൻ ഒരു സാധനം എന്താ കണ്ടേ? അത് കണ്ടത് ടച്ച് തന്നെയാണ്. ഏതാണ് ടച്ച്? ഉരുളക്കുപ്പേരി കോളേജിൽ നിന്ന് ഡിഗ്രി എടുത്ത് വന്നിരിക്കുകയാണ് ഒരു തർക്കക്കാരൻ. 7 വീഡിയോ ആണ്, 7 ക്ലിപ്പ് എടുത്തു എന്ന് പറഞ്ഞു ഷിംജിത. ഈ 7 ക്ലിപ്പിലും ഒരു പ്രാവശ്യം പോലും ഇയാൾക്ക് മാറി നിൽക്കാൻ തോന്നിയില്ലേ? ഇത്രയും രീതിയിൽ അബ്യൂസ് ചെയ്യാനായിട്ട് മനഃപൂർവ്വം ഒരു സ്ത്രീ ഇത് ചെയ്യുന്ന സമയത്ത് ഇയാൾക്ക് തോന്നിയില്ല അബദ്ധത്തിൽ പോലും കൈ തട്ടരുതെന്ന്? അബദ്ധത്തിൽ ഒരാളുടെ കൈ തട്ടിയാൽ, ഒരു സ്ത്രീയുടെ ദേഹത്ത് തട്ടിയാൽ ഞാൻ കണ്ടിട്ടുണ്ട് പുരുഷന്മാർ തിരിഞ്ഞു നോക്കി സോറി പറയും. കന്നം തിരിഞ്ഞ ബുദ്ധി കണ്ടില്ലേ? വെറുതെ അല്ല നാട്ടുകാർ 5 ഹോഴ്സ് പവർ തള്ളയെന്ന് വിളിക്കുന്നു. ആ വീഡിയോയിൽ നിൽക്കുന്ന സമയത്ത് ദീപക് എങ്ങനെ നിൽക്കുന്നതായിട്ട് തോന്നി? ദീപക് അങ്ങോട്ട് നോക്കി നിൽക്കുന്നുണ്ട്. എങ്ങനെ നോക്കി നിൽക്കുന്നതിലെ ആളുകളുണ്ടോ എന്ന് തോന്നുന്നത് കുറച്ചുകൂടി കയറി നിൽക്കാൻ സ്പേസ് ഉണ്ടെന്നാണ് തോന്നിയത്. അയാൾക്ക് വേണമെങ്കിൽ കയറി നിൽക്കായിരുന്നു, അല്ലെങ്കിൽ അയാൾക്ക് അവോയ്ഡ് ചെയ്ത് പോകായിരുന്നു. ഒരൊലക്ക കിട്ടുമോ? ഒലക്കയോ? ഒലക്ക ഉണ്ടാവില്ല കേട്ടോ, ഒരല് മതിയോ? എവിടുന്നെങ്കിലും ഒരു വാടക കൊലയാളി കിട്ടുമോ മാഷെ? അവനെ തട്ടിക്കളയേ നിവർത്തിയുള്ളൂ. വീഡിയോയിൽ കൃത്യമായിട്ട് വ്യക്തമാവുന്നുണ്ട്. ഓൾറെഡി ഷിംജിത്ത് പിടിച്ചിരിക്കുന്ന ഭാഗത്തോട് ഇവിടെ സ്പേസ് ഉണ്ട്, ബാക്കിലാണ്. ആ ഷിംജിത്ത് വീഡിയോ എടുക്കുന്നതിൽ ഒപ്പം നിൽക്കുന്ന സ്ത്രീ മാത്രമാണ് ആ വീഡിയോയോട് നോക്കി നിൽക്കുന്നത്. ദീപക് അല്ല നോക്കി നിൽക്കുന്നത് അല്ലെ? സ്വാഭാവികമായിട്ട് വീഡിയോ എടുക്കുന്നുണ്ട്. ആ വീഡിയോ എടുക്കുമ്പോൾ കയറി നിൽക്കാണ് വേണ്ടത്. നേരെ തിരിച്ച് അതിന് അപ്പുറത്തോട്ട് ഞാൻ ചോദിച്ചോട്ടെ, ഒരാളുടെ നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു സ്ത്രീ പക്ഷത്താണ് നിൽക്കുന്നുണ്ടെങ്കിൽ, ആരോപിക്കുന്ന പുരുഷൻ വീഡിയോ എടുത്തിരുന്നുണ്ടെങ്കിൽ ഒരു സ്ത്രീയുടെ പ്രൈവസിനെ വരെ ചോദ്യം ചെയ്യാൻ തയ്യാറാവില്ലായിരുന്നു. ഇങ്ങനെയുള്ള ആൾക്കാർ ബാഗ് എടുക്കുന്നത് തന്നെ വെറുതെയാണ്. ആ ബാഗ് എടുത്ത് പിടിക്കാന്ന് പറയുന്നത് തന്നെ അവരുടെ കൈയുടെ നീ പൊങ്ങിയിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഫോൺ പോക്കറ്റ് വെച്ചിട്ട് സീറ്റിലിരിക്കുന്ന ആൾക്കാർ പോക്കറ്റിൽ കൈയിടും. എന്തിനാ? തൊട്ടപ്പുറത്തിരിക്കുന്ന സ്ത്രീയുടെ ഈസി ആയിട്ട് പോകും. വേൾഡിൽ ഇതുപോലെ ഒന്നേ ഉള്ളൂ. ഇവളെ ഉണ്ടാക്കിയ ശേഷം പടച്ചോനെ അച്ഛൻ ഉടച്ചു കളഞ്ഞു. ഇവള് തർക്കശാസ്ത്രത്തിൽ PhD എടുത്തവളാണ്, പറഞ്ഞു ജയിക്കാൻ പറ്റില്ല. ബാഗ് പിടിച്ച ഒരാൾ എന്ത് ചെയ്യണം? ബാഗ് ഇങ്ങനെ പിടിച്ചതിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ലിഫ്റ്റ് ചെയ്യുമ്പോൾ നീ ബാക്ക് ചെയ്യുന്ന സാധനത്തെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അയാളുടെ ഫ്രണ്ടിൽ ബാഗ് പിടിച്ചോണ്ട് നിൽക്കുന്നത് വേറൊരാളുടെ. എത്ര സമയം എന്നുള്ള രീതിയിലേക്ക് ഒരു ഭാരമുള്ള ഒരു ബാഗ് എത്ര നേരം പിടിച്ചു നിൽക്കാൻ പറ്റും? ആൾക്ക് തീരെ വിദ്യാഭ്യാസം വിവരമൊന്നും ഇല്ലേ, വീട്ടിൽ പറയുള്ളൂ തെണ്ടി. ഭാരമുള്ള ബാഗ് അല്ലായിരുന്നു. ഒന്നാമത്തെ തന്നെ അതിനകത്ത് ഒന്നും കാണാൻ പറ്റുന്നില്ലായിരുന്നു. ഞാൻ എന്താ ചെയ്യുന്നത്? ഭാരമുള്ള ബാഗ് KSRTC ബസ്സിൽ മേലെ ഒരു സാധനം ഉണ്ട്, അവിടെ വെക്കും, അല്ലെങ്കിൽ ആരെങ്കിലും ഏൽപ്പിക്കും. വീണെടുത്ത് കിടന്ന് ഉരുളല്ലടാ മോനെ. സാറിന്റെ ഇടപെടൽ കാരണം എന്റെ പ്ലാനിങ് എല്ലാം പൊളിയാണ്.
ഇക്കണക്കിന് പോയാൽ ഞാൻ കുത്തുവാള എടുക്കുന്നു മാത്രമല്ല എന്റെ പുകയും കാണും. ഈ പറഞ്ഞ കണ്ടക്ടേഴ്സ് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ബാഗ് എടുത്ത് നിൽക്കൽ ഒതുക്കി കയ്യിൽ പിടിക്കുക കയറി ആളുകൾ നിൽക്കാനുള്ള സ്പേസ് ഇങ്ങനെ നഷ്ടപ്പെടുന്നു പിടിച്ചാൽ ഇങ്ങനെ പിടിച്ചാൽ അതൊന്ന്. രണ്ടാമത്തെ കേസ് നമുക്ക് കുറെ നേരം ഇത് പിടിച്ചു നിൽക്കുന്നതും ഷോർട്ട് പെയിൻ ആയിട്ട് നമ്മൾ മാറ്റി വെക്കുന്ന എത്രയോ പേരുണ്ട്. പക്ഷെ അതൊക്കെ ഒരു മുട്ടാത്തൊക്കെ excuse ആണ്. മേലനങ്ങി വല്ല പണിയെടുത്ത് ജീവിച്ചൂടെ? കൂലിപ്പണിക്ക് പോവോ ഇതിലും ഭേദം. ഇല്ലാത്ത പരിചയം കാട്ടി ഓരോരോ ഹമാറുകൾ വലിഞ്ഞു കയറും കേരളക്കാരെ പറയിപ്പിക്കാൻ.